Next main topic of the chapter, relations. In our daily life, we come across many relations such as brother, sister, father and son, teacher and student, etc. In mathematics also, we come across many relations such as a number m which is less than another number n, or line L1 is parallel to line L2. അങ്ങനെ ഡിഫറെൻറ്റ് റിലേഷൻസ് നമ്മൾ മാത്തമാറ്റിക്സിലും കാണുന്നുണ്ട്. ഈ റിലേഷൻസിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള കാര്യം എന്താണ്? എ റിലേഷൻ ഇൻവോൾവ്സ് പെയർസ് ഓഫ് ഒബ്ജക്ട്സ് ഇൻ സർട്ടൻ ഓർഡർ. ഓക്കെ, നമ്മൾ ഓൾറെഡി പെയർസ് ഓഫ് ഒബ്ജക്ട്സ് തൊട്ട് മുന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ കണ്ടതാണ് ഓർഡേർഡ് പെയർ. ഓക്കെ, അപ്പൊ സെറ്റിനെ ഓർഡേർഡ് പെയറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഓർഡേർഡ് പെയർ എലമെന്റ്സ് ആയിട്ട് വരുന്നത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിലാണ്. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിച്ച ടോപ്പിക് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റുമായിട്ട് കണക്റ്റഡ് ആണ് രണ്ടാമത് പഠിക്കാൻ പോകുന്ന റിലേഷൻസ്. സോ എന്താണ് ആ കണക്ഷൻ എന്ന് നോക്കാം. Let us consider two sets A and B. Okay, Aയിൽ elements 0, 1, 2 എന്ന് എടുക്കാം. B രണ്ടാമത്തെ സെറ്റ്, അതിൽ elements നമുക്ക് 0, 1, 2, 3 എന്ന് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് A ക്രോസ് Bയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? നമുക്കറിയാം, Aയിൽ എലമെന്റ്സ് എത്രയാണോ Bയിൽ എലമെന്റ്സ് എത്രയാണോ അതിന്റെ പ്രൊഡക്റ്റ് ആണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് A ക്രോസ് Bയിലുള്ള എലമെന്റ്സ്. സോ A ക്രോസ് B ഹാസ് 12 ordered pairs. A cross B elements ordered pairs ആണ്. So A cross B 12 ordered pairs ഉണ്ടാവും. ഓക്കെ, അപ്പൊ A cross B elements ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുകയാണ്. A cross B elements ആ 12 ordered pairs ഏതൊക്കെയാണ്? 0, 0, 0, 1. എങ്ങനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എഴുതുക? ഫസ്റ്റ് സെറ്റിലെ ഒരു എലമെന്റിനെ ഫിക്സ് ചെയ്ത് അതിനെ രണ്ടാമത്തെ സെറ്റിലെ എല്ലാ എലമെന്റ്സുമായിട്ട് പെയർ ചെയ്യും. ഓക്കെ, ഞാനിവിടെ 0 ഫിക്സ് ചെയ്തു. എന്നിട്ട് ആ രണ്ടാമത്തെ സെറ്റിലെ 4 എലമെന്റ്സുമായിട്ട് ഈ ഫസ്റ്റ് എലമെന്റിനെ പെയർ ചെയ്യുന്നു. സോ ഐ ഹാവ് 0, 0, 0, 1, then 0, 2, 0, 3. അടുത്തത് രണ്ടാമത്തെ എലമെന്റുമായിട്ട് രണ്ടാമത്തെ സെറ്റിലെ 4 എലമെന്റ്സിനെ പെയർ ചെയ്യാം. 1, 0, 1, 1, 1, 2, 1, 3. മൂന്നാമത്തെ എലമെന്റ് 2മായിട്ട് ബി സെറ്റിലെ 4 എലമെന്റ്സിനെ പെയർ ചെയ്യാം. 2, 0, 2, 1, 2, 2, 2, 3. ഓക്കെ, സോ ദിസ് ഇസ് എ ക്രോസ് ബി. നമ്മൾ അതുപോലെ പഠിച്ചിട്ടുണ്ട്, എ ക്രോസ് ബിയിൽ എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും? സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി, നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി എത്ര ഉണ്ടാവും? നമുക്കറിയാം, ഏത് സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ സപ്പോസ് എ എന്ന സെറ്റിൽ 3 എലമെന്റ്സ് ഉണ്ടെങ്കിൽ എക്ക് എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും? 2 to the power അത്രയും എലമെന്റ്സ്, അത്രയും സബ്സെറ്റ്സ് ഉണ്ടാവും. അപ്പൊ എ ക്രോസ് ബി എത്ര സബ്സെറ്റ് ഉണ്ടാവും? 2 raised to 12 സബ്സെറ്റ്സ്. നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി എത്രയായിരിക്കും? 2 raised to 12. അപ്പൊ ഞാൻ ആ 2 raised to 12 സബ്സെറ്റ്സ് ഒന്നും എഴുതുന്നില്ല, ഇതിൽ ഒരു സബ്സെറ്റ് മാത്രം എഴുതാം. ഓക്കെ, ആ ഒരു സബ്സെറ്റ് എഴുതുമ്പോൾ സപ്പോസ് ഐ എം റൈറ്റിംഗ് ദ സബ്സെറ്റ് 0, 0, 1, 1, 2, 2. ഈ ഒരു സബ്സെറ്റ് ആണ് ഞാൻ എഴുതിയത്. കാരണം എ ക്രോസ് ബിയിലെ 12 ഓർഡേർഡ് പെയർസിൽ 3 ഓർഡേർഡ് പെയർസ് മാത്രം ചേർത്ത് ഒരു സബ്സെറ്റ് ഉണ്ടാക്കി. ഈ സബ്സെറ്റിന് ഇത് ഞാൻ റോസ്റ്റർ ഫോമിൽ എഴുതിയതാണ്. ഇതിനെ എനിക്ക് സെറ്റ് ബിൽഡപ്പ് ഫോമിലും എഴുതാൻ പറ്റും. സോ എങ്ങനെ ഇതിനെ സെറ്റ് ബിൽഡപ്പ് ഫോമിൽ എഴുതാം? ഓർഡേർഡ് പെയർ. അപ്പോൾ ഓരോ ഓർഡേർഡ് പെയറിനെ റെപ്രസെന്റ് ചെയ്ത് ജനറൽ ആയിട്ട് നമ്മൾ വേറൊരു ഓർഡേർഡ് പെയർ എഴുതും. അതിൽ ഫസ്റ്റ് കമ്പോണന്റിന് ജനറൽ ആയിട്ട് എക്സ് എന്ന് കൊടുത്തു, സെക്കൻഡ് കമ്പോണന്റിന് ജനറൽ ആയിട്ട് വൈ എന്ന് കൊടുത്തു. എക്സ്, വൈ സച്ച് ദാറ്റ് ഇതെന്തായാലും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ സബ്സെറ്റ് തന്നെയാണ്. സോ നമുക്കറിയാം, ഫസ്റ്റ് കമ്പോണന്റ് ഈസ് ഫ്രം ഫസ്റ്റ് സെറ്റ് എ, second component is from second set B.
പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു സബ്സെറ്റ് ഉണ്ടാക്കിയപ്പോൾ, കാരണം അതിൽ ഉള്ള എലമെന്റ്സിനെ കൺസിഡർ ചെയ്യുമ്പോൾ, അതിലെ ഫസ്റ്റ് കമ്പോണന്റും സെക്കൻഡ് കമ്പോണന്റുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ഒബ്സർവ് ചെയ്തത്? കാരണം ഞാൻ ഇങ്ങനെ ഒരു സബ്സെറ്റ് ഫോം ചെയ്തപ്പോൾ എന്താണോ ഈ 3 ഓർഡേർഡ് പെയർസിലും കണ്ട കോമൺ പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ വേറെ ഒരു എലമെന്റിനും ഇല്ല. അതെന്താണ് നമ്മൾ ഇവിടെ ഒബ്സർവ് ചെയ്തേ? ഈ 2 കമ്പോണൻസും ഈക്വൽ ആയിട്ട് വരുന്നത് തന്നിരിക്കുന്ന കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ ഈ 3 ഓർഡേർഡ് പെയർസിൽ മാത്രമാണ്. സോ ഹിയർ x is equal to 1. ഇവിടെ ഞാനപ്പോൾ ഒരു റിലേഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ ഒരു സബ്സെറ്റ് എഴുതി, ആ സബ്സെറ്റിന്റെ എലമെന്റ്സ് ആയ ഓരോ ഓർഡേർഡ് പെയർസിലും ഫസ്റ്റ് കമ്പോണന്റും സെക്കൻഡ് കമ്പോണന്റും റിലേറ്റഡ് ആണെന്ന് മനസ്സിലായി. ആ റിലേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയത്. സോ ഈ സബ്സെറ്റിനെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഇസ് എ റിലേഷൻ. സോ അങ്ങനെ 2⁻12 റിലേഷൻസ് നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റും. സോ വാട്ട് ഇസ് എ റിലേഷൻ? നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് റിലേഷൻ എന്താണെന്നാണ് മനസ്സിലായത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് എ റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ സബ്സെറ്റ് ആണ് റിലേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈ ഏത് സെറ്റിന്റെ സബ്സെറ്റ് ആണ്? സോ ഫൈ റിലേഷൻ ആണ്. യെസ്, ഫൈ റിലേഷൻ ആണ്. ഫൈനെ നമ്മൾ പറയുന്നത് ആർ. ഇറ്റ്സ് ഓൾസോ എ റിലേഷൻ. അതിനെ നമുക്ക് എംപ്റ്റി റിലേഷൻ എന്ന് പറയും. ഓക്കെ, അതേപോലെ തന്നെ വി ഹാവ് യൂണിവേഴ്സൽ റിലേഷൻ. റിലേഷൻ യു ആർ, ദാറ്റ് മീൻസ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത് ആ എ ക്രോസ് ബി തന്നെ അതിന്റെ സബ്സെറ്റ് ആണ്. അതിനെയാണ് നമ്മൾ എ ക്രോസ് ബി തന്നെ അതിന്റെ സബ്സെറ്റ് ആണ്. സോ അങ്ങനെ വരുന്ന ആ സബ്സെറ്റിന്, ആ റിലേഷനെ നമ്മൾ പറയും യൂണിവേഴ്സൽ റിലേഷൻ എന്ന്. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് റിലേഷൻ. ആക്ച്വലി റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ സബ്സെറ്റ് ആണ്. where the first and second component of each ordered pairs are related. അവിടെ ഒരു റിലേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു സബ്സെറ്റിനെ റിലേഷൻ എന്ന് പറയും. A relation R from the non-empty set A to the non-empty set B is a subset of the Cartesian product A cross B. The subset is derived by describing a relationship between the first element and second element of the ordered pairs in A cross B. A relation may be represented algebraically either by the roster method or by the set builder method. നമ്മൾ സെറ്റ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ഓൾജിബ്രിക് മെത്തേഡ്സ് ആയിട്ട് റോസ്റ്റർ മെത്തേഡും സെറ്റ് ബിൽഡർ മെത്തേഡും ആണുള്ളത്. എന്നാൽ നമുക്കൊരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആയിട്ട് വെൻ ഡയഗ്രം പഠിച്ചിരുന്നു. അതുപോലെ തന്നെ റിലേഷൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് റിലേഷൻ നമ്മൾ പറയുന്ന പേരാണ് ആരോ ഡയഗ്രം. നമ്മൾ നേരത്തെ കണ്ട റിലേഷനിൽ അവിടെ നമുക്ക് 2 നോൺ-എംപ്റ്റി സെറ്റുകളാണ് നമ്മൾ എടുത്തത്. ആ ഓരോ നോൺ-എംപ്റ്റി സെറ്റിനെ നമ്മളിങ്ങനെ ഓവൽ ഷേപ്പിൽ ഒരു ക്ലോസ്ഡ് ഫിഗറിനുള്ളിലാണ് എഴുതുക. ഓക്കെ, ഇവിടെ നമുക്ക് എ ബി, ഇത് എ സെറ്റ്, ഇവിടെ ബി സെറ്റ്. എയിൽ നമ്മൾ എടുത്തിരുന്ന എലമെന്റ്സ് 0, 1, 2 ആയിരുന്നു. സോ നമ്മൾ ആ എലമെന്റ്സിനെ 0, 1, 2 അങ്ങനെ എഴുതി. ഓക്കെ, ബിയിൽ നമ്മൾ എടുത്ത എലമെന്റ്സ് 0, 1, 2, 3 ആയിരുന്നു. ഓക്കെ, ഇനി റിലേഷനിൽ നമ്മൾ എടുത്തത് 3 എലമെന്റ്സാ. 0, 0യുമായിട്ട് റിലേറ്റഡ് ആണ്, 1, 1ുമായിട്ട് റിലേറ്റഡ് ആണ്, 2, 2ുമായിട്ട് റിലേറ്റഡ് ആണ്. സോ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെപ്രസെന്റേഷൻ, ദാറ്റ് വിഷ്വൽ റെപ്രസെന്റേഷൻ ഇസ് കോൾഡ് ആരോ ഡയഗ്രം. Roster method or set builder method are the algebraic representation of relation. Arrow diagram is the visual representation of relation. ഇനി നമുക്ക് റിലേഷനിൽ അറിഞ്ഞിരിക്കേണ്ട 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് നോക്കാം.
കോഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് എ റിലേഷൻ. ഇപ്പൊ ഇവിടെ ആരോ ഡയഗ്രത്തിൽ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. സെറ്റ് എ, സെറ്റ് ബി. സെറ്റ് എയിലെ എലമെന്റ്സ് 0, 1, 2 ആണ്. സെറ്റ് ബിയിലെ എലമെന്റ്സ് 0, 1, 2, 3 ആണ്. ഓക്കെ, റിലേഷൻ ഒരു സെറ്റ് ആണ്. സോ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് അതിനെ സൂചിപ്പിക്കേണ്ടത്. സോ നമ്മൾ ആർ എന്ന ലെറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് വരുമ്പോൾ ഈ 2 വര വരച്ചിട്ട് വേണം എഴുതാൻ. ഓക്കെ, ഇത് രണ്ടും കൺഫ്യൂഷൻ ആവരുത്. ഇങ്ങനെ എഴുതിയ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്നും സിംപ്ലി ആർ എഴുതിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് റിലേഷൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കണ്ട റിലേഷനെ റോസ്റ്റർ ഫോമിൽ എഴുതാം. അപ്പൊ എന്താണ് നിങ്ങൾ ഇവിടെ കണ്ട റിലേഷൻ, അതിലെ എലമെന്റ്സ്, ആ റിലേഷനിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? സോ എ സെറ്റിലെ എലമെന്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യണം. സോ എയിലെ എലമെന്റ്സ് ആണ് ഫസ്റ്റ് കമ്പോണന്റ് ആയിട്ട് വരിക. അപ്പോൾ ഫസ്റ്റ് കമ്പോണന്റ് 0 വന്നാൽ അതിന്റെ സെക്കൻഡ് കമ്പോണന്റ് എന്താണ്? 1. സോ 0, 1. 0 ഈസ് റിലേറ്റഡ് ടു 1. ഓക്കെ, ദെൻ 0 ഈസ് റിലേറ്റഡ് ടു 2 ഓൾസോ. സോ വി ഹാവ് 0, 2. 0 ഈസ് റിലേറ്റഡ് ടു 3 ഓൾസോ. 0, 3. പിന്നെയോ 1, 2, 1, 3, 2, 3. ഓക്കെ, അപ്പൊ എത്ര എലമെന്റ്സ് ഉണ്ട്? 1. എത്ര ആരോ മാർക്ക് ഉണ്ടെന്ന് നോക്കിയാൽ മതി, അത്രയുമാണ് എലമെന്റ്സ് ഉണ്ടാവുക. 1, 2, 3, 4, 5, 6. അങ്ങനെ 6 എലമെന്റ്സ് ആണ്. സോ ഇത് ഞാൻ ആരോ ഡയഗ്രത്തിൽ തന്ന ഒരു റിലേഷനെ റോസ്റ്റർ ഫോമിൽ എഴുതിയതാണ്. ഈ സെയിം റിലേഷനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലും എഴുതാൻ പറ്റും. എങ്ങനെയാണ് ഒരു റിലേഷൻ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുക? ആ സെറ്റ് ബിൽഡർ ഫോമിൽ ആ റിലേഷൻ എന്താണെന്ന് സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, സോ ഇവിടെ റിലേഷൻ എഴുതുമ്പോൾ നമ്മൾ ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ, വൈ ബിലോങ്സ് ടു ബി എന്ന് എഴുതിയതിന് ശേഷം എന്താണ് ഈ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് കമ്പോണന്റ് സെക്കൻഡ് കമ്പോണന്റ് തമ്മിലുള്ള റിലേഷൻ, ആ റിലേഷൻ ഈ റിലേഷനിൽ വന്ന എല്ലാ എലമെന്റ്സിനും ഉള്ളതായിരിക്കും. ഓക്കെ, ഇപ്പൊ എന്താണ് നിങ്ങൾ കാണുന്നത്? നമ്മളിവിടെ ഒബ്സർവ് ചെയ്യുന്നത് എന്താണോ ഫസ്റ്റ് എലമെന്റ് അതിനേക്കാളും വലുതാണ് സെക്കൻഡ് എലമെന്റ് ആണല്ലോ. ഇവിടെ നോക്കൂ, 0, 1, 0, 2, 0, 3. ഫസ്റ്റ് എലമെന്റിനേക്കാളും വലുതാണ് സെക്കൻഡ് എലമെന്റ്സ്. ഇവിടെയാണെങ്കിലോ ഫസ്റ്റ് എലമെന്റിനേക്കാളും വലുതാണ് സെക്കൻഡ് എലമെന്റ്സ്. ഇവിടെ ഫസ്റ്റ് എലമെന്റിനേക്കാളും വലുതാണ് സെക്കൻഡ് എലമെന്റ്സ്. അല്ലാതെ വേറൊരു എലമെന്റ്സ് ഓർഡേർഡ് പെയർ ഇവിടെ ഉണ്ടാക്കാൻ കഴിയോ? ഇല്ല. ഇവിടെ എന്താ നമ്മൾ കണ്ടത്? എക്സ് ഈസ് ലെസ് ദാൻ വൈ. എക്സ് വൈനേക്കാൾ ചെറുതാണ്. ഓക്കെ, ഫസ്റ്റ് കമ്പോണന്റ് ഈസ് ലെസ് ദാൻ സെക്കൻഡ് കമ്പോണന്റ്. അതാണ് ഞാനിത് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം. നമ്മൾ ഇവിടെ നോക്കുന്നത് ഡൊമൈൻ, കോഡൊമൈൻ ആൻഡ് റേഞ്ച് ആണ്. അപ്പൊ ഈ ഇവിടെ റിലേഷൻ എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അത് കറക്റ്റ് റോസ്റ്റർ ഫോമിൽ എഴുതാൻ കഴിഞ്ഞു, അതിന് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ കഴിഞ്ഞു. സോ ദർ ഇസ് എ റിലേഷൻ ആർ ഡിഫൈൻഡ് ഫ്രം എ ടു ബി. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ആർ ഫ്രം എ ടു ബി എന്നാണ് ഇത് വായിക്കേണ്ടത്. ദാറ്റ് മീൻസ് ദർ ഇസ് എ റിലേഷൻ ഡിഫൈൻഡ് ഫ്രം എ ടു ബി. സോ ഈ എ എന്ന സെറ്റിന് മുഴുവൻ നമ്മൾ പറയുന്ന പേരാണ് ഡൊമൈൻ. ഫുൾ സെറ്റ് എക്ക് നമ്മൾ പറയുന്ന പേരാണ് ഡൊമൈൻ. അതേപോലെ ഫുൾ സെറ്റ് ബിക്ക് നമ്മൾ പറയുന്ന പേരാണ് കോഡൊമൈൻ. ഓക്കെ, അപ്പൊ ഇനി മൂന്നാമതൊരു പേരും കൂടിയുണ്ട്, റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ റേഞ്ച് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഇമേജസ്. ഇമേജസിന്റെ സെറ്റാണ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 0യുടെ ഇമേജ് ആണ് 1, 0യുടെ ഇമേജ് ആണ് 2, 0യുടെ ഇമേജ് ആണ് 3, 1ന്റെ ഇമേജ് ആണ് 2, 1ന്റെ ഇമേജ് ആണ് 3, 2ന്റെ ഇമേജ് ആണ് 3. അപ്പൊ ഇമേജ് ആയിട്ട് വരുന്ന എലമെന്റ്സ് ഇവിടെ ഏതൊക്കെയാണ്? 1ഉം 2ഉം 3ഉം ആണ്. സോ അതിന്റെ സെറ്റിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് റേഞ്ച് ഈസ് സബ്സെറ്റ് ഓഫ് കോഡൊമൈൻ. റേഞ്ച് കോഡൊമൈന്റെ സബ്സെറ്റ് ആണ്. അത് കോഡൊമൈൻ മുഴുവനായിട്ടും വരാം. ഓക്കെ, പക്ഷെ ഇവിടെ കോഡൊമൈനിൽ കംപ്ലീറ്റ് കോഡൊമൈനും റേഞ്ചും സെയിം അല്ല. ഇവിടെ കോഡൊമൈനിലെ 3 എലമെന്റ്സ് മാത്രമാണ് റേഞ്ചിലെ എലമെന്റ്സ് ആയിട്ട് വരുന്നത്. സോ നമ്മളിപ്പോ മനസ്സിലാക്കിയത് ഡൊമൈൻ എന്താ, കോഡൊമൈൻ എന്താ, റേഞ്ച് എന്താന്ന് മനസ്സിലാക്കി. ഡൊമൈൻ മീൻസ് ഫസ്റ്റ് കമ്പോണന്റുകളുള്ള സെറ്റിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. കോഡൊമൈൻ ഈസ്
the full set B, മുഴുവൻ സെറ്റ് ബിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. സെക്കൻഡ് കമ്പോണന്റ്, സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് കമ്പോണന്റ്സിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. അതിന് നമുക്ക് വേറെ രീതിയിൽ ഇങ്ങനെ പറയാം, സെറ്റ് ഓഫ് ഓൾ ഇമേജസ്. ഓക്കെ, the set of all first elements of the ordered pairs in a relation R from a set A to a set B is called the domain of the relation R. The set of all second elements in a relation R from a set A to a set B is called the range of the relation R. The whole set B is called the codomain of the relation R. നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ടേംസുകളാണ് ഇത്. നമുക്ക് നെക്സ്റ്റ് ഇയറിൽ 12th സ്റ്റാൻഡേർഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഈ 11th സ്റ്റാൻഡേർഡിലെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് അറിയാവുന്ന കുട്ടിക്ക് മാത്രമാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന 12th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ ഈസി ആവുകയുള്ളൂ. സോ നമ്മൾ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് റിലേഷൻസിനെ കുറിച്ച് പഠിക്കുന്നത് 12th സ്റ്റാൻഡേർഡിലാണ്. സോ അതിൽ വേണ്ട ബേസിക് നോളജുകൾ മാത്രമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. സോ റിലേഷൻ്റെ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. റിലേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന 3 മെത്തേഡുകൾ, റോസ്റ്റർ മെത്തേഡ്, സെറ്റ് ബിൽഡർ മെത്തേഡ്, അതുപോലെ എൻ്റെ വിഷ്വൽ റെപ്രസെന്റേഷൻ ആരോ ഡയഗ്രാം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ തന്നെ അതിൽ ഉള്ള 3 ടേംസുകൾ ഡൊമൈൻ, റേഞ്ച് ആൻഡ് കോഡൊമൈൻ, അതും എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ നമ്മൾ ഒരു കാര്യം കൂടെ ഇപ്പോൾ മനസ്സിലാക്കിയിരുന്നു, റേഞ്ച് ഈസ് സബ്സെറ്റ് ഓഫ് കോഡൊമൈൻ. റേഞ്ച് കോഡൊമൈൻ്റെ സബ്സെറ്റ് ആണ്. Example 7, page number 34. Let A is equal to set the elements 1, 2, 3, 4, 5, 6. Define a relation R from A to A by R is equal to set ordered pairs x comma y such that y is equal to x plus 1. Depict this relation using an arrow diagram. Write down the domain, codomain and range of R. So first let us draw the arrow diagram. Okay, so 2 ovals, 1 for domain A and the other for codomain the same set A. കാരണം ഇവിടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ്. ഓക്കെ, സോ this is domain and this is codomain. എന്നിട്ട് അതിൽ എലമെന്റ്സ് എഴുതാം. സോ there are 6 elements. 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6. Okay. Then the relation is given here. Second component is equal to 1 more than the first component. So first component 1 ആണെങ്കിൽ 1നേക്കാളും 1 കൂടുതൽ, that is 2. So 1 is related to 2. 2 is related to 3. 3 is related to 4. So first component എത്രയാണോ അതിനേക്കാളും 1 more than the number ആയിരിക്കും second component. Okay. 5 is 6. 6 ഒരു നമ്പറുമായിട്ടും റിലേറ്റഡ് അല്ല. കാരണം 6 ഈ ഒരു റിലേഷൻ വെച്ചിട്ട് എഴുതുവാണെങ്കിൽ 6 ഫസ്റ്റ് കമ്പോണന്റ് ആയാൽ സെക്കൻഡ് കമ്പോണന്റ് 7 ആയിരിക്കണം. 7 എന്ന എലമെന്റ് എയിലുണ്ട്. സോ ഇത്രയും എലമെന്റ്സ് ആണ് വരിക. നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നിരിക്കുന്ന റിലേഷനെ റോസ്റ്റർ ഫോമിൽ എഴുതാം. 1, 2, 2, 3, 3, 4, 4, 5, 5, 6. So it is a subset of the Cartesian product A cross A. Okay. So we have answered the first one. Now the second one. Write down the domain, codomain and range. Domain is equal. Domain means the set of full first components or first elements of the ordered pairs in a relation. Okay. So the first components are ഏതിനൊക്കെയാണ് ഇമേജ് ഉള്ളത്? 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സിനാണ് ഇമേജ് ഉള്ളത്. ഓർ റോസ്റ്റർ ഫോം നോക്കിയാൽ ഏതൊക്കെ നമ്പേഴ്സാണ്
ഫസ്റ്റ് കമ്പോണൻസ് ആയിട്ട് വന്നിരിക്കുന്നത് 1 2 3 4 5. സോ ആ അത്രയും എലമെന്റ്സിന്റെ സെറ്റാണ് ഡൊമൈൻ. ഓക്കെ, നെക്സ്റ്റ് ഇസ് കോഡൊമൈൻ. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ദ ഹോൾ സെറ്റ് എ ആണ്. രണ്ടാമത്തെ സെറ്റ്. ഏത് സെറ്റിൽ നിന്ന് ഒരു സെറ്റിൽ നിന്ന് ഏത് സെറ്റിലേക്കാണോ റിലേഷൻ ഡിഫൈൻ ചെയ്തത് ആ സെറ്റാണ് കോഡൊമൈൻ. സോ അതിൽ ഏതൊക്കെ എലമെന്റ്സിന് ഇമേജസ് ഉണ്ടെന്നൊന്നും നോക്കണ്ട. ഓഫ് ഓൾ സെറ്റ് എ വരും കോഡൊമൈൻ. ഓക്കെ, നെക്സ്റ്റ് ഇസ് റേഞ്ച്. Range is equal to the set of all secant elements in a relation or the set of all images of the relation. Okay, so codomain ഏതൊക്കെ എലമെന്റ്സ് ആണ് ഇമേജസ് ആയി വരുന്നത്? 2 3 4 5 6. So the set of that elements is the range. 2 3 4 5 6. റോസ്റ്റർ ഫോം എടുത്താൽ സെക്കൻഡ് എലമെന്റ്സ് ആയിട്ട് വരുന്നത് 2 3 4 5 6. Exercise 2.2 question number 1. Let A is equal to set 1 2 3 etc. 14. Define a relation R from A to A by R is equal to ordered pair xy such that 3x minus y is equal to 0 where x comma y belongs to A. Write down its domain, codomain and range. Okay, so here we are given a relation in set builder form. So what is that relation? 3x minus y is equal to 0 where x is the first element of the ordered pair, y is the second element of the ordered pair. Okay, so ഇവിടെ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എയിൽ നിന്ന് എയിലേക്ക് തന്നെ. ഓക്കെ, റിലേഷനിലെ ഓർഡേഡ് പെയർസിലെ ഫസ്റ്റ് എലമെന്റ്സ് ആയിട്ട് വരുന്നത്. അതേപോലെ സെക്കൻഡ് സെറ്റ് അതും ഏതന്നെയാണ്, അതിലെ എലമെന്റ്സ് ആണ് റിലേഷനിലെ ഓർഡേഡ് പെയർസിലെ സെക്കൻഡ് കമ്പോണൻസ് ആയിട്ട് വരുന്നത്. സോ ആ റിലേഷനിലെ എല്ലാ ഓർഡേഡ് പെയർസിലും ഫസ്റ്റ് കമ്പോണൻറ്റും സെക്കൻഡ് കമ്പോണൻറ്റും എങ്ങനെയാണ് റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. 3x മൈനസ് y is equal to 0. സോ എപ്പോഴും ഇങ്ങനെ റിലേഷൻ തരുവാണെങ്കിൽ യു ഹാവ് ടു റൈറ്റ് സെക്കൻഡ് കമ്പോണൻറ്റ് y is equal to എന്ന രീതിയിലേക്ക് മാറ്റണം. അതാണ് ഏറ്റവും ഈസി. സോ 3x മൈനസ് y is equal to 0 എന്ന് പറഞ്ഞാൽ how can you write this as y is equal to? That means take this minus y to right side. So what do you get? 3x equal to minus y right side like plus y. 0 plus y, y. So this is y is equal to 3x. Okay, 3x minus y is equal to 0 is same as y is equal to 3x. Okay, so നമുക്ക് തന്നിരിക്കുന്ന റിലേഷനെ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിരിക്കുന്ന റിലേഷനെ നമുക്ക് റോസ്റ്റർ ഫോമിലേക്ക് മാറ്റി എഴുതാം. അപ്പോഴാണ് ഡൊമൈനും കോഡൊമൈനും റേഞ്ചും എഴുതാൻ എളുപ്പം. ഓക്കെ, സോ 1 എന്ന എലമെന്റ് എക്സിന് എടുക്കുകയാണെങ്കിൽ y എന്ത് വരും? 3 into 1 3 വരും. സോ 1 ordered pair is 1, 3. നെക്സ്റ്റ് 2 എടുത്താൽ 3 into 2 6 സെക്കൻഡ് എലമെന്റ് വരും. 3 എടുത്താൽ 3 into 3 9. 4 എടുത്താൽ 3 into 4 12. 5 എടുത്താൽ 3 into 5 15. ഓക്കെ, 15 എ സെറ്റിലില്ല. സോ ഈ ഒരു ഓർഡേഡ് പെയർ ഈ റിലേഷനിൽ വരുന്നു. ഓക്കെ, so the relation in roster form is the set 1 3 2 6 3 9 4 2. ഇനി നമുക്ക് ഡൊമൈനും കോഡൊമൈനും റേഞ്ചും എഴുതാം. So what about domain? Domain is the set of all first elements of the ordered pair. Ordered pairle first elements ഏതൊക്കെയാണ്? 1
2, 3, 4. Okay, and what is codomain? Codomain actually the superset of the range. Okay, എന്ന് പറഞ്ഞാൽ the whole set, രണ്ടാമത്തെ set, the whole set A. So codomain ഒന്നുകിൽ A എന്ന് എഴുതുക അല്ലെങ്കിൽ അതിൽ എലമെന്റ്സ് ഒക്കെ എഴുതുക. 1, 2, 3, 4 etc. 14 വരെ. Range set of all second elements of the ordered pairs. നമ്മുടെ റിലേഷനിലെ ഓർഡേഡ് പെയറിലെ സെക്കൻഡ് എലമെന്റ്സ് ആയിട്ട് വരുന്നത്. കാരണം 3ഉം 6ഉം 9ഉം 12ഉമാണ് ഇമേജസ് ആയിട്ട് വരുന്നത്. സോ അതിൻ്റെ സെറ്റാണ് റേഞ്ച് 3, 6,